സംസ്ഥാനത്ത് എൻ.ഡി.എയുടെ വമ്പൻ നേട്ടത്തിൽ ഇരുമുന്നണികൾക്കും ആശങ്ക ഉണ്ട്. കേരളം ബി.ജെ.പിക്ക് ബാലികേറാമല എന്ന പഴഞ്ചൻ മുദ്രാവാക്യം തകർത്താണ് തൃശൂരിൽ സുരേഷ് ഗോപി മിന്നും വിജയം നേടിയത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടടിസ്ഥാനത്തിൽ എൻ.ഡി.എ ഒന്നാമതെത്തുകയും ചെയ്തു. അതേസമയം ആറ്റിങ്ങലിൽ ഇന്നലെ പോസ്റ്റൽ ബാലറ്റിൽ റീകൗണ്ടിംഗ് നടന്നിട്ടും 284 വോട്ടിന് UDF ആണ് ജയിച്ചത്. വി മുരളീധരൻ 3,12,000 വോട്ടുകൾ നേടി ഇരുമുന്നണികളെയും ഞെട്ടിക്കുകയും ചെയ്തു. MK വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായിട്ട്. വിനോദ്, ആദ്യം നമ്മുടെ അഭിമാന നേട്ടം, കേരളത്തിൽ താമര വിരിയില്ല, ഒരിക്കലും വിരിയാൻ പോവില്ല. ചില നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, BJPക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ തങ്ങളുടെ മീശ ഒരു സൈഡ് എടുത്തു കളയും. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ തന്നെ കണ്ടതാണ്. പക്ഷെ അതിനെയൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് വലിയൊരു അട്ടിമറി വിജയമാണ് NDA കേരളത്തിൽ നേടിയിരിക്കുന്നത്. തൃശ്ശൂരിൽ വമ്പൻ വിജയം, ഒപ്പം മറ്റ് മണ്ഡലങ്ങളിൽ നിന്നവരായിക്കോട്ടെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു അഭിമാനകരമായ നേട്ടം തന്നെയല്ലേ വിനോദം? തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 75 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ താമര ചിഹ്നത്തിൽ ഒരാൾ ലോക്സഭയിലേക്ക് പോകുന്നത് ഇതാദ്യമായാണ്. അതിശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടും കേരളം നാളിതുവരെയായി BJPക്ക് വിജയിക്കാൻ കഴിയാത്ത, ലോക്സഭയിലേക്ക് ഒരാളെ പോലും വിജയിപ്പിക്കാൻ കഴിയാത്ത പാർട്ടി എന്നുള്ള നാണക്കേട് മറ്റുള്ളവരെല്ലാം പറഞ്ഞ് പാർട്ടിയെ ചവിട്ടിത്താഴ്ത്തിയിട്ടിരുന്ന ഒരു സംസ്ഥാനം. അവിടെയാണ് ഒരു വലിയ വമ്പൻ നേട്ടമായി, ഒരു ഇടുത്തി പോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ അവിടുത്തെ പ്രതിനിധിയായി മാറുന്നത്. അത് 75,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമുണ്ട്. അത്തരത്തിൽ ശക്തമായ മത്സരത്തിലൂടെ തന്നെ, ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ സുരേഷ് ഗോപിക്ക് ലോക്സഭയിലേക്ക് കടന്നു കയറാൻ ചെല്ലുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സുരേഷ് ഗോപി നേരത്തെ രാജ്യസഭ അംഗമായിരുന്നു. പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭരണ പരിചയമുണ്ട്. അതൊക്കെയാണെങ്കിൽ കൂടി ലോക്സഭയിലെ വിജയം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. ഇന്നലെ കേരളത്തിൻ്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ പറഞ്ഞത് 75 വർഷത്തെ പാർട്ടി പ്രവർത്തകരുടെ കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ അത് ശരിയാണ്. കേരളത്തിൽ നാളിതുവരെയായി നമുക്കറിയാം, നിയമസഭയിലേക്ക് മാത്രമാണ്, നേമത്ത് നിന്ന് O രാജഗോപാലിനെ മാത്രമാണ് BJPക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ലോക്സഭയിലേക്ക് PC തോമസ്, അദ്ദേഹം മൂവാറ്റുപുഴ, ഇന്ന് ആ ലോക്സഭാ മണ്ഡലമില്ല, അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കീഴിൽ കേന്ദ്രമന്ത്രിയായിരുന്ന PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്നും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ NDA ഇവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ ഒരാൾ കേരളത്തിൽ നിന്ന് വിജയിക്കുക എന്നുള്ളത് പാർട്ടിയുടെ എന്നത്തെയും ആഗ്രഹമായിരുന്നു. അത് സാധിച്ചിരിക്കുന്നു. ഇത്തവണ തൃശ്ശൂരിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ കാണേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇടതു വലതു മുന്നണികളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമായിരുന്നു നാളിതുവരെയായി കേരളം കണ്ടത്. ഇനിയും അങ്ങോട്ട് കാണാൻ പോകുന്നത് അങ്ങനെയല്ല. NDA മുന്നണിയും കേരളത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിച്ചതോടുകൂടി അവിടെ തൃശ്ശൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടി ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്തും ശക്തമായ മത്സരമാണ് നടത്തിയത്. അവിടെ 2ാം സ്ഥാനത്താണ് പാർട്ടി വന്നത്. 16,000-ഓളം വോട്ടിൻ്റെ കുറവ് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായത്. തിരുവനന്തപുരത്തും 3 നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടി ഒന്നാമതെത്തി. അതുമാത്രമല്ല, മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങലാണ്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ അവിടെ 3,12,000-ഓളം വോട്ടുകൾ നേടിയെന്നുള്ളത് ചരിത്ര നേട്ടം തന്നെയാണ്. അവിടെ വിജയിച്ച 648 വോട്ടിന് മാത്രം വിജയിച്ച അടൂർ പ്രകാശ് 3,22,000-ഓളം വോട്ടാണ് നേടിയത്. വി മുരളീധരൻ 3,12,000-ഓളം വോട്ട് നേടി. 3,27,000-ഓളം വോട്ടുകളാണ് 2ാം സ്ഥാനത്ത് വന്ന് ജോയി നേടിയത്. അപ്പോൾ 3 സ്ഥാനാർത്ഥികൾ 3 ലക്ഷത്തിന് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 2,42,000 വോട്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ നേടിയത്. അവിടെ നിന്നാണ് കുതിച്ചു ചാടി 3,12,000-ഓളം വോട്ടിലേക്ക് എത്തുന്നത്. ഇനി ആലപ്പുഴയിലേക്ക് വന്നാൽ, ആലപ്പുഴ ഇനി മുതൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായി മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 17% മാത്രമുണ്ടായിരുന്ന പാർട്ടിയുടെ വോട്ട് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അത് 28% മുകളിൽ പോയി എന്നുള്ളതാണ്. ഞെട്ടുന്ന വോട്ട് വിഹിതമാണ് BJPക്ക്, എല്ലാ NDAക്ക്, എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ലഭിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും വരും കാലങ്ങളിൽ പാർട്ടി നന്നായി പ്രവർത്തിച്ചാൽ
പാർട്ടി ഒന്നിച്ച് NDA എന്നുള്ള സഖ്യത്തിലൂടെ നീങ്ങിയാൽ കേരളത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ പോലും NDAക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് ഇരു മുന്നണികളുടെയും ഉറക്കം നഷ്ടപ്പെടുത്തുന്നുമുണ്ട്. എന്തായാലും ഇനിയും വരുന്ന കാലം, അടുത്ത വർഷം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നിലവിൽ തന്നെ പാലക്കാടും പന്തളവും ഒക്കെ നഗരസഭകൾ BJP ഭരിക്കുന്നുണ്ട്. ഇനി വരുന്ന നാളുകളിൽ നിരവധി കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ ഒക്കെ NDAക്ക് ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വോട്ട് വിഹിതം നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരു മുന്നേറ്റം വന്നാൽ ഇരു മുന്നണികൾക്കും വലിയ നഷ്ടം തന്നെയാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ നാളിതുവരെയായി തുടർന്നു വന്ന രാഷ്ട്രീയ പാരമ്പര്യത്തിനൊക്കെ മാറ്റം വരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് തന്നെ താമര വിരിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രകടമായ തെളിവായി കാണാം. രജനി. യെസ് വിനോദ്, നമ്മൾ ഒരു സൈഡിൽ വളരെ സന്തോഷിക്കുകയാണ്, കാരണം NDA അധികാരത്തിൽ, അല്ലെങ്കിൽ NDAക്ക് ഒരു സീറ്റ് കേരളത്തിൽ കിട്ടി എന്നുള്ളത്. മറിച്ച് നോക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടി കനലൊരു തരി മതി എന്നവർ നേരത്തെ പറഞ്ഞത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. പക്ഷെ അതിനിടയിൽ തന്നെ അവർ പറയുന്നുണ്ട് ചിലയിടത്തൊക്കെ തന്നെ വോട്ട് വിഹിതം കുറഞ്ഞതിന് കാരണങ്ങളുണ്ട്. സ്ഥിരം പല്ലവി MV ഗോവിന്ദൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പാർട്ടി പരിശോധിക്കും. അതിനിടയിൽ തന്നെ അവർക്ക് തിരിച്ചടിയായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ പറയാതെ പാർട്ടി പരിശോധിക്കുമെന്നുള്ള സ്ഥിരം പല്ലവിയിൽ ഒതുക്കുവാൻ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നറിയാം. പക്ഷെ എന്നാലും തകർന്നടിയുകയാണ് CPM എന്നുള്ളൊരു പാർട്ടി എന്ന യാഥാർത്ഥ്യം കൂടെ കേരളത്തിലെ ജനങ്ങളൊന്നടങ്കം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നില്ലേ? തീർച്ചയായും ഭരണകക്ഷിക്ക്, ഇടതുമുന്നണിക്ക് ഇതിൽ കൂടുതൽ ഒരു കരണത്തടി ലഭിക്കാനില്ല. അത്രയ്ക്ക് വലിയ പ്രഹരമാണ് പാർട്ടി നേരിട്ടത്. പാർട്ടി ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പരാജയത്തിലേക്കാണ് ഇടതുമുന്നണി കൂപ്പുകുത്തിയത് എന്ന് വേണം നമ്മൾ പറയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഭരണ തുടർച്ചയാണ്, പിണറായി സർക്കാരിനൊപ്പമാണ് എല്ലാ ജനങ്ങളും, ഇത് ജനകീയ സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് 20 സീറ്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞായിരുന്നു ആലപ്പുഴയിൽ AM ആരിഫിന് വേണ്ടി കഴിഞ്ഞ തവണ വലിയ അവകാശവാദങ്ങൾ അവർ ഉന്നയിച്ചത്. പക്ഷേ ആലപ്പുഴ അവർക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് അവർക്ക് ലഭിച്ചത് ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചത് മാത്രമാണ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻ മന്ത്രിമാരായിട്ടുള്ള തോമസ് ഐസക്, KK ശൈലജ ഈ നിലവിലുള്ള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ MLA ആണ് എന്ന് നമ്മൾ ഓർക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ഭൂരിപക്ഷമുള്ള കേരള നിയമസഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് വിജയിച്ച KK ശൈലജ, മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്, TM തോമസ് ഐസക്, മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് തുടങ്ങിയ മുൻ മന്ത്രിമാരെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ നിലവിലുള്ള MLA മാർ KK ശൈലജ കൂടാതെ V ജോയ്, അദ്ദേഹം വർക്കലയിലെ MLA ആണ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം പരാജയപ്പെട്ടു. ഇപ്പോൾ പറയും സിനിമാ നടന്മാരൊക്കെ നിന്നാൽ ജയിക്കും എന്നാണ് ഇവർ പറയുന്നത്. സുരേഷ് ഗോപി ജയിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്നു. എങ്കിൽ എന്തുകൊണ്ട് അവരുടെ MLA ആയിട്ടുള്ള M മുകേഷിന് കൊല്ലത്ത് പാട്ടും പാടി തോൽക്കേണ്ടി വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സിനിമ മാത്രമല്ല ഘടകം, പാർട്ടി ഏതാണ്, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രകടമായ കാര്യമാണ്. അപ്പോൾ MLA മാർ ആയിട്ടുള്ള മുകേഷ്, ജോയി, KK ശൈലജ എന്നിവരെല്ലാം പരാജയപ്പെടുന്നു. അതുമാത്രമല്ല പാർട്ടിയുടെ നിരവധി ജില്ലാ സെക്രട്ടറിമാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. V ജോയി, അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം പരാജയപ്പെട്ടു. അതേപോലെ തന്നെ കണ്ണൂരിൽ MB ജയരാജൻ, കണ്ണൂർ എന്ന് പറയുന്നത് CPM-ന്റെ പുന്നാപുരം കോട്ട എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, അവരുടെ ജില്ലാ സെക്രട്ടറി പോലും വളരെ വോട്ടുകൾക്ക് പിന്നിലായി MB ജയരാജൻ പരാജയപ്പെടുന്നു. കാസർഗോഡ് മത്സരിച്ചത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനാണ്, അദ്ദേഹവും പരാജയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ നിരവധി നേതാക്കൾ കടപിഴകി വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വടകരയിലെയൊക്കെ പരാജയം അവർ പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. കാരണം തലശ്ശേരി പോലുള്ള മണ്ഡലത്തിൽ പോലും CPM പിന്നോട്ട് പോയി. എന്തിനു പറയുന്നു, ധർമ്മടം, മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയമസഭാ മണ്ഡലമായ ധർമ്മടത്ത് പോലും CPM പിന്നിലേക്ക് പോയി. അവിടെയും UDF-നാണ് കൂടുതൽ വോട്ട് ലഭിച്ചത്. അപ്പോൾ ഇത് മനസ്സിലാവുന്നത് ഈ സർക്കാരിനെതിരായ വലിയ ജനവിധിയായി ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞത് എല്ലാം പരിശോധിക്കും, എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ കാരണമെന്ന് ആ പാർട്ടി പരിശോധിക്കും എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതുമാത്രമല്ല ഘടകകക്ഷികൾക്കെല്ലാം സീറ്റുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. CPI-യുടെ ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയാണ് വയനാട്ടിൽ മത്സരിച്ചത്, പരാജയപ്പെട്ടു. CPI-ക്ക്
ഒരു ലോക്സഭാ അംഗത്തെ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, അവരുടെ ഘടകകക്ഷികൾ ഒന്നായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, അവർക്ക് ലോക്സഭയിൽ ഒരേ ഒരു MP ആണ് ഉണ്ടായിരുന്നത്, തോമസ് ചാഴിക്കാടൻ, കോട്ടയത്ത്. പക്ഷേ തോമസ് ചാഴിക്കാടനും പരാജയപ്പെട്ടു. ഇടതുമുന്നണിയിൽ വലിയ ശിഥിലീകരണം വരുന്നു. അതുകൊണ്ട് ഇനിയും മനസ്സിലാക്കേണ്ടത് നിരവധി കക്ഷികൾ NDAയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. NCP അടക്കമുള്ള ദേശീയ പാർട്ടികളുമായി നരേന്ദ്രമോദി സർക്കാർ സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ NCP അടക്കമുള്ള പാർട്ടികൾ കേരളത്തിൽ NDAയുടെ ഭാഗമായാൽ അത് വലിയ മുന്നേറ്റം, ഇരു മുന്നണികൾക്കും വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ NCPയിലെ തോമസ് കെ തോമസ്, അദ്ദേഹം കുട്ടനാട് MLA ആണ്. അദ്ദേഹം ശരത് പവാറിനെ എതിർക്കുന്ന അല്ലെങ്കിൽ NDAയ്ക്കൊപ്പം നിൽക്കുന്ന NCP ദേശീയ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അങ്ങ് ഡൽഹിയിൽ മാത്രമല്ല, ഇങ്ങ് അനന്തപുരിയിലും നടക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അനുരണനങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും. എന്തായാലും കേന്ദ്ര മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും വിജയിച്ച സുരേഷ് ഗോപിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭാ വികസനമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് വിജയിക്കാതിരുന്നിട്ട് കൂടി കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാരെ സമ്മാനിച്ച സർക്കാരാണ് ഇവിടെ ഉള്ളത്. വി മുരളീധരനും അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരും, 2 മലയാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര മന്ത്രിസഭയാണ് മുമ്പിലേക്ക് പോയത്. രാജ്യസഭയിലായിരുന്നു അവരുടെ പ്രാതിനിധ്യം. എന്നാൽ ലോക്സഭയിലേക്ക് തന്നെ നരേന്ദ്രമോദി സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ, നരേന്ദ്രമോദി തന്നെ നിരവധി തവണ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കേരളവും അങ്ങനെ കയ്യിൽ വെച്ച് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഒരു MPയെ. അപ്പോൾ തീർച്ചയായും കേരളത്തിന് കൂടി പ്രാതിനിധ്യമുള്ള ഒരു കേന്ദ്ര മന്ത്രിസഭ, പുതിയൊരു കേന്ദ്ര മന്ത്രിസഭ വരും എന്ന് തന്നെയാണ് മലയാളികളുടെ വിശ്വാസം. എല്ലാവരും ആഗ്രഹിക്കുന്നതും വിനോദ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേന്ദ്ര മന്ത്രിസഭ ഉണ്ടാകും. ആ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് വളരെ സസ്പെൻസ് നിലനിർത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സുരേഷ് ഗോപിക്ക് നേരത്തെ ഒരു MP സ്ഥാനം കൊടുത്തതും. എന്തായാലും ഈ ഒരു കേന്ദ്ര മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഉറപ്പ് തന്നെയാണ്. അത് തന്നെയാണ് കേരള ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് CPM തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനമൊക്കെ തന്നെ വളരെ ശക്തി പ്രാപിച്ചവരാണ് അവരെന്ന് സ്വയം പറയുമ്പോൾ തന്നെയാണ് ഈ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. വിശദമായ റിപ്പോർട്ടാണ് MK വിനോദ് നൽകിയത്.